ആരോഗ്യമന്ത്രിയുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം തുടരുകയാണ് ആശാവർക്കർമാർ. തുടർ ചർച്ചകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും തീരുമാനമായില്ല. സംയുക്ത യൂണിയനുകളുമായി ചേർന്നുള്ള ചർച്ചയ്ക്ക് ഇനി തയ്യാറല്ലെന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ശക്തമായൊരു സമരത്തിലേക്ക് തന്നെയാണ് ആശാവർക്കർമാർ വീണ്ടും കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയത്. എന്നാൽ ആ ഒരു ചർച്ചയിൽ പോലും കൃത്യമായൊരു തീരുമാനമുണ്ടായില്ല. തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും മന്ത്രി പാലിച്ചില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നില്ല എന്നൊരു കാരണത്തെ ചൊല്ലിയാണ് വീണ്ടും സമരം തുടരുന്നു എന്നുള്ളൊരു നിലപാട് ആശാവർക്കർമാർ അറിയിച്ചത്. ഇന്നും സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തലിൽ തന്നെയാണ് ആശാവർക്കർമാരുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഒരു സമരത്തെ കെട്ടടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ നിർത്താനായുള്ള പല നീക്കങ്ങളും മറുവശത്ത് നടത്തുകയാണ്. ഒരുപക്ഷെ സർക്കാരിൻ്റെ ഇടപെടലുകൾ കാര്യമാകുന്നില്ല. ഈ ഒരു സമരം തുടർന്ന് തന്നെ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, അനുനയ നീക്കങ്ങൾക്കൊന്നും വഴങ്ങാതെ ആശാപ്രവർത്തകർ സമരം തുടരുകയാണ്. തങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ എന്തു തന്നെയാലും അത് കിട്ടും വരയ്ക്കും ഈ ഒരു സമരം തുടരുമെന്നുള്ള ഒരു ശക്തമായൊരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വനിതാ സമരമായി ആശാവർക്കർമാരുടെ ഈ ഒരു പ്രതിഷേധം മാറുകയല്ലേ? വിഷ്ണു, കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച, അതായത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച കൂടി പരാജയപ്പെട്ടിരുന്നു. പരാജയപ്പെട്ടതിന് ശേഷവും സമരം തുടരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആശാ സമര പന്തലിൽ ഇപ്പോഴും ആ സമരവീര്യം ചോരാതെ തന്നെ സമരക്കാർ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. വീണ്ടും ഒരു തുടർച്ചർച്ചകൾ ഉണ്ടാകും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനുള്ള സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമരസമിതി നേതാവ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തുടർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് പിന്നാലെ തുടർച്ചയ്ക്ക് ഇല്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. അല്ല, ഇവിടുന്ന് അങ്ങോട്ടേക്ക് അറിയിച്ചു. അത് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും നീക്കങ്ങൾ? അതായത് ഈ ട്രേഡ് യൂണിയനുകളുമായിട്ടൊരു ചർച്ചയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞങ്ങളൊഴിച്ചുള്ള ബാക്കി ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ ഒരു സമവായത്തിൽ എത്തിച്ചേർന്നു. അതൊരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ കീഴിൽ ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് അത്തരം ഓണറേറിയം ഇതിനോടകം 1000 രൂപയിൽ നിന്ന് 7000 രൂപ വർദ്ധിപ്പിച്ചത് ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല. അത് കമ്മിറ്റി ഫോം ചെയ്ത് ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചല്ല, മറിച്ച് അത് ഗവൺമെൻറ് വർദ്ധിപ്പിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇനി ഇത് വർദ്ധിപ്പിക്കാൻ തടസ്സമില്ല. അതുകൊണ്ട് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നെ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചായിരുന്നു, ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാമെന്നൊരു തീരുമാനമെടുക്കുക, ഒരു ധാരണയിലെത്തുക. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സമരമുഖത്ത് നിൽക്കുന്ന ഈ സമയത്ത് ആദ്യം ഒരു 3000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു 3 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഒരു നിശ്ചിത തുക വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു. അതൊന്നും സ്വീകരിക്കപ്പെട്ടില്ല എന്നാണ്. തുടർന്ന് ഇനി അങ്ങോട്ട് ട്രേഡ് യൂണിയനുകളുമായി ചേർന്നൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണല്ലേ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് നമ്മൾ തയ്യാറല്ലെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഞങ്ങളൊഴിച്ചുള്ള ബാക്കി വന്ന 4 ട്രേഡ് യൂണിയനുകളും ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഠനം നടത്തി കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർ യോജിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഇനി എന്താണ്, അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവരെന്താണോ ലക്ഷ്യം വെച്ചാൽ അത് പൂർത്തീകരിച്ചു. അപ്പോൾ പിന്നെ അവരിനി ചർച്ചയ്ക്ക് സാങ്കത്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തുടർച്ചർച്ചകൾ നടക്കുന്നുണ്ട്. തുടർച്ചർച്ചകളുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. എങ്ങനെയാണ് പ്രതീക്ഷ? 54 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിരാഹാര സമരം 16 ദിവസം കടന്നിരിക്കുന്നു. ആരോഗ്യസ്ഥിതി മോശമായി വരുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഈ ചർച്ച കൂടി പരാജയപ്പെടുകയാണെങ്കിൽ തുടർന്ന് എങ്ങനെയായിരിക്കും നീക്കങ്ങൾ? തീർച്ചയായിട്ടും ഗവൺമെൻറ് പിന്തുണയ്ക്കും, ഗവൺമെൻറ് അത് നടപ്പിലാക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റെന്താ ചെയ്യാൻ പറ്റുന്നത്? അത് എല്ലായിടത്തും ജനാധിപത്യ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. ആളുകൾ ആവലാതിക്കാർ വരും, സമരം ചെയ്യും, പ്രക്ഷോഭണം നടത്തും, അധികാരികൾ അത് കേൾക്കും, പരിഗണിക്കും, പരിഹരിക്കും. ഇത്രയും കാലം നീണ്ടുപോയൊരു സമരം ഈ അടുത്ത കാലത്തൊന്നും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ നയിക്കുന്നൊരു സമരം. ആ സ്ത്രീകളോട് തന്നെയാണ് ഈ ഒരു സർക്കാരിൻ്റെ സമീപനം എന്നതും ഓർക്കണം. തീർച്ചയായിട്ടും ഒരു സ്ത്രീ സൗഹൃദ സംസ്ഥാനത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ കാര്യം നമ്മൾ ചിന്തിക്കേ വേണ്ട, വളരെ കഷ്ടമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം പരിഹരിക്കപ്പെടണം, മാന്യമായി പരിഹരിക്കപ്പെടണം. ഞങ്ങളെ ഒതുക്കി വിടാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ആളുകളല്ല. കാരണം ഇത് ജീവിത യാഥാർത്ഥ്യമാണ് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അല്ലാതെ ആരും ഈ നേതാക്കൾ പറഞ്ഞതിൽ കുത്തിയിളക്കി വിട്ടതും അവർക്ക് പണം കൊടുത്തിരുത്തിയിരിക്കുന്നതും അല്ല എന്നുള്ളത് വളരെ തെളിഞ്ഞ കാര്യമാണ്. വിഷ്ണു, സമരം തുടരുക തന്നെ ചെയ്യും. തുടർ ചർച്ചയ്ക്ക് തയ്യാറായി. കഴിഞ്ഞ ദിവസം ചർച്ച
പരാജയപ്പെട്ടെങ്കിലും അതായത് ട്രേഡ് യൂണിയനുകളുമായി ചേർന്നൊരു ചർച്ച നടന്നിരുന്നു. ആ ട്രേഡ് യൂണിയനുകൾ ഇതിനെ ഒരു സമിതി, ഒരു കമ്മിറ്റി രൂപീകരിച്ച് തീരുമാനിക്കാമെന്ന് അടക്കമുള്ള ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട സമീപനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അത്തരം കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സഹകരിക്കില്ല അല്ലെങ്കിൽ തയ്യാറല്ല എന്ന് അറിയിച്ചിരുന്നു. തുടർന്നാണ് ചർച്ച അലസിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. വീണ്ടും തുടർ ചർച്ചയ്ക്ക്, അതായത് ഈ ട്രേഡ് യൂണിയനുകളില്ലാതെ ആശാ വർക്കർമാരും മന്ത്രിയുമായിട്ടുള്ള തുടർ ചർച്ചയ്ക്കുള്ള ഒരു നിർദ്ദേശം സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് ഹെൽത്ത് മിഷൻ വഴി സർക്കാരിലേക്ക്, ആരോഗ്യമന്ത്രിയിലേക്ക് ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ളൊരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശാ വർക്കറുടെ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രതീക്ഷ. അതായത് ഈ സമരത്തിനൊരു 54 ദിവസം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ സമരം മുന്നോട്ട് പോകുന്നു. 16 ദിവസം എത്തിയിരിക്കുന്നു നിരാഹാര സമരം. വലിയ രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഡോക്ടർമാരടക്കം പരിശോധനയ്ക്ക് എത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന അതിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും ഒരു പ്രതികരിക്കുന്നത്. ഏതായാലും സമരത്തിന് ജനപ്രാതിനിധ്യം കൂടി വരുന്നു. മറ്റു പല ആളുകൾ സമരപദ്ധതിയിലേക്ക് അഭിവാദ്യം അർപ്പിച്ച് എത്തുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. 54 ദിവസം പിന്നിടുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇത്രയും വലിയൊരു സമരം, സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നയിക്കുന്ന സമരം 54 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഓണറേറിയം അടക്കമുള്ള ആ ആവശ്യങ്ങളോടുള്ള സമീപനം അത് പിന്തിരിഞ്ഞ് നിൽക്കുന്ന സമീപനം തന്നെയാണ് സർക്കാരും സ്വീകരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം രൂപ കൊടുത്തിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. JP നദ്ദയുമായി ബന്ധപ്പെട്ട് ചർച്ചയും നടന്നിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ചർച്ചയും നടന്നിരുന്നു. ഇതിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കുറ്റവുമില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്താണ് ഇനി ഈ ഓണറേറിയം അടക്കമുള്ളവ വർദ്ധിപ്പിക്കേണ്ടത്. ആ ഓണറേറിയം അടക്കമുള്ള വർദ്ധിപ്പിക്കാൻ എടുക്കുന്ന വർദ്ധിപ്പിക്കാത്തതിലാണ് ഇപ്പോൾ ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രതിഷേധവുമുള്ളത്. സമരം തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തൊരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുള്ളത്, ആശമാരുള്ളത്. സമരം തുടരുകയാണ്. 54 ദിവസം പിന്നിടുന്നു. അതോടൊപ്പം തന്നെ 16 ദിവസത്തിനടുത്ത് എത്തുകയും ചെയ്തതാണ് നിരാഹാര സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സർക്കാർ ഒരു അനുകൂല സമീപനം ഉണ്ടാകും, അല്ലെങ്കിൽ അനുകൂല സമീപനം എടുക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സമരം തുടരുന്നത്. വിഷ്ണു. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.